നമസ്കാരം. നാട്ടുവർത്തമാനം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കോഴിക്കോട് ചെറുവണ്ണൂരിലെ കരിവോട് കണ്ടംചിറയിൽ കൃഷിയൊരുക്കം. തരിച്ചുകിടന്ന 5 ഏക്കർ കൃഷിയോഗ്യമാക്കി. പൊന്നു വിളയിക്കാൻ 15 അംഗ കൂട്ടായ്മ. കോഴിക്കോട് മുക്കത്ത് നാടകത്തിന് പശ്ചാത്തലമൊരുക്കാൻ കൃഷിയിറക്കി നാടക സംഘം. 1 ഏക്കറിലെ കൃഷിവിത്തും കൈക്കോട്ടും എന്ന നാടകത്തിനായി. പന്നിശല്യത്തിൽ വളഞ്ഞ് വളാഞ്ചേരിയിലെ കർഷകർ. വ്യാപക കൃഷിനാശം. നഷ്ടമായത് വനിതാ കൂട്ടായ്മയുടെ നെൽകൃഷി. കാസർഗോഡ് ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ കുരുക്കായി ദേശീയപാത നിർമ്മാണം. ആശുപത്രിയിലെത്താൻ ആശ്രയം സർവീസ് റോഡ് മാത്രം. ഇഷ്ടപ്പെട്ട കരകൗശല വസ്തുക്കൾ സ്വന്തമാക്കാനുള്ള അപൂർവ അവസരമാണ് കോഴിക്കോട് ഇരിങ്ങലിലെ സർഗാലയ കരകൗശലമേള. ഇതിനകം രാജ്യത്തിനകത്തും പുറത്തു നിന്നുമുള്ള നിരവധി സഞ്ചാരികൾ ഒരു കുടക്കീഴിൽ കരകൗശല വസ്തുക്കൾ കണ്ടെത്താനുള്ള അവസരം വിനിയോഗിച്ചു. നിർമ്മാണത്തിലെ മികവും വസ്തുക്കളുടെ ഭംഗിയും സന്ദർശകരുടെ മനം കവരും. വർണ്ണപ്രഭയിൽ സർഗാലയ കരകൗശല പ്രേമികളെ വിളിക്കുകയാണ്. 11ാം വർഷത്തിലും വന്നവർ വീണ്ടും വരുന്നു. സന്ദർശകരായാലും കരകൗശല വിദഗ്ധരായാലും പ്രോത്സാഹനത്തിന്റെയും കരുതലിന്റെയും സാന്നിധ്യം അറിയുകയാണ്. സ്ഥിരം പവലിയനുകളിൽ ആർട്ടിസന്മാർക്ക് ആശ്വാസം പകരുന്ന സർഗാലയയിൽ രാജ്യത്തെ 2ാമത്തെ അന്താരാഷ്ട്ര കരകൗശലമേള ഈ രംഗത്തെ ഉണർവിന്റെ പ്രതീകമായി കഴിഞ്ഞു. 20 പരമ്പരാഗത കരകൗശല ഗ്രാമങ്ങളുടെ ഉൽപ്പന്നങ്ങളും വിദേശ രാജ്യങ്ങളിലെ കരകൗശല വിദഗ്ധരുടെ സാന്നിധ്യവും മേളയെ മികവുറ്റതാക്കുന്നു. സർഗാലയിൽ ഞങ്ങൾ കുറച്ച് നേരമായി ഇവിടെ വന്നിട്ട്. ഒരുപാട് സ്റ്റോളുകളുണ്ട് ഇവിടെ. ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള സ്റ്റോളുകളുണ്ട്. ഈ ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റഡ് ഉള്ള ആളുകൾക്ക് ഇത് കൂടുതലായിട്ട് ഇഷ്ടപ്പെടും. ഞങ്ങളിവിടെ വന്നു, ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് സാധനങ്ങളുണ്ട് കാണാൻ. വളരെ ഈ വൈവിധ്യപൂർണമായ വർക്കുകൾ ചെയ്തിട്ടുള്ള കുറേ സാധനങ്ങളാണ്. നമുക്ക് വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു പരിപാടിയാണ്. നന്നായിട്ട് എൻജോയ് ചെയ്തു. വളരെ സന്തോഷമുണ്ട്. എല്ലാ വർഷവും ഇവിടെ വരാറുണ്ട്. സർഗാലയ കരകൗശല മേളയ്ക്ക് എല്ലാ വർഷവും എത്താറുണ്ട്. അതേപോലെ തന്നെ ഈ വർഷം വന്നിട്ടുണ്ട്. വളരെ പുതിയ അനുഭവം ആയിട്ട് തോന്നി. അതായത് വിവിധ മേഖലകളിലുള്ള കലാകാരന്മാരെ അടുത്തറിയാനും അവരുടെ സൃഷ്ടികൾ കണ്ടറിയാനും വളരെ നല്ലൊരു സാഹചര്യമാണ് ഈ സർഗാലയ ഒരുക്കുന്നത്. എന്തായാലും വന്നതിലെല്ലാ സ്റ്റാളുകളിലും കയറി അത് ആസ്വദിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷം. മേള നടക്കുന്ന 21 ഏക്കർ സ്ഥലം പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചാണ് ഒരുക്കിയത്. വിദേശ ഭക്ഷണം പരിചയപ്പെടുത്താൻ മേളയുടെ സംഘാടകർ അവസരം ഒരുക്കിയിട്ടുണ്ട്. പയ്യോളി നഗരസഭാ പരിധിയിലെ നിരവധി പേർക്ക് താൽക്കാലിക തൊഴിൽ നൽകാനും മേളയ്ക്ക് സാധിച്ചു. അന്യം നിന്ന് പോകുന്ന കലാരൂപങ്ങൾ അവതരിപ്പിക്കാൻ അവസരം കലാകാരന്മാർ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. 1.47 കോടി രൂപ ചിലവിട്ട് നിർമ്മിച്ച സ്ഥിരം പവലിയനിലാണ് ഇത്തവണ മേള നടക്കുന്നത്. ന്യൂസ് 18 വടകര. പാർലമെന്റ് മന്ദിരത്തിലെ ആർട്ട് ഗാലറിയിൽ കേൾക്കുന്ന ഒരു ശബ്ദത്തിനുടമ കോഴിക്കോട് സർഗാലയിലുമുണ്ട്. പുതിയ മന്ദിരത്തിലെ മുഗൾ കലയെപ്പറ്റിയുള്ള വീഡിയോ പ്രദർശിപ്പിക്കുമ്പോൾ അദ്ദേഹത്തെ കാണാം. ഈ ഡൽഹിക്കാരൻ മുഹമ്മദ് മത്ലൂബ് അന്താരാഷ്ട്ര കരകൗശലമേളയിലെ പ്രധാന സാന്നിധ്യമാണ്. പാർലമെന്റ് മന്ദിരത്തിലെ ആർട്ട് ഗാലറിയിലെ മുഗൾ കലാ സൗന്ദര്യം മുഹമ്മദ് മത്ലൂബിന്റെ സൃഷ്ടിവൈദഗ്ധ്യം വിളിച്ചോതുന്നതാണ്. പാർട്ടീഷൻ സ്ക്രീനുകളിലൂടെയാണ് മത്ലൂബിന്റെ സാന്നിധ്യം അവിടെ പടരുന്നതെങ്കിൽ ഇരിങ്ങൽ സർഗാലയ കരകൗശലമേളയിൽ ആ സർഗപ്രതിഭയുടെ സാന്നിധ്യം കൂടുതൽ പ്രകടമാകും. മരത്തിൽ കൊത്തിയെടുത്ത നിരവധി ഉൽപ്പന്നങ്ങളുമായാണ് കരകൗശലമേളയിലെ സ്ഥിരം സാന്നിധ്യമായ മത്ലൂബ് എത്തിയിരിക്കുന്നത്. മത്ലൂബിന്റെ ആരാധകർ ഇവിടെ ഏറെയുണ്ട്. പാർലമെന്റ് മന്ദിരത്തിലെ പാർട്ടീഷൻ സ്ക്രീനിന്റെ ചെറുപതിപ്പും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മരത്തിൽ നിർമ്മിച്ച വിളക്കുകൾ, കളിക്കോപ്പുകൾ, പേന, ആഭരണപ്പെട്ടി, വാൽക്കണ്ണാടി, കീചെയിൻ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങളാണ് കരകൗശല പ്രേമികൾ ആശ്രയിക്കുന്നത്. ये वुड क्राफ्ट का काम है. मुगल वुड कार्विंग जो मेरा काम है ये कहलाता है. इसमें बारीक जालियाँ, बारीक झरोके, स्क्रीन, पार्टीशन, पर्दे और फर्नीचर भी हम बनाते हैं. इसमें जो इस वॉल एक बारीक काम के साथ में. तो यही है. अब मुझे बहुत खुशी है कि जो अब हमारा न्यू पार्लियामेंट तैयार हुआ है, जो हमारी मोदी सरकार ने बनाया है, तो एक वो अपना एक पहले अंग्रेज़ का बनाया हुआ था, अब हमारा निजी हो गया, वो अपना बनाया हुआ हो गया इंडियन गवर्नमेंट का. तो उसके अंदर इंडियन आर्ट गैलरी बनी है. तो उसके अंदर पूरा आर्ट जितना हमारा इंडिया का आर्ट है, टेराकोटा है
और वुड कार्विंग है और बाकी अलग अलग जगहों से उसके अंदर आर्ट झलकाए गए हैं। तो उसमें जो आर्ट गैलरी बनी है उसके अंदर मेरा भी क्राफ्ट्स उसके अंदर लगा है, जो मैंने अपने हाथ से उसके अंदर जाली बनाई है। तो समस्त कुछ कहलाता है, उसका नाम है, मेरे याद नहीं आ रहा, जो पैनल बनाए हैं उसमें पूरे इंडिया की क्राफ्ट उसमें लगे हुए हैं, जिसके अंदर मेरी इस तरह की एक ये जालियाँ भी लगी हुई हैं उसके अंदर, जो हमने उसमें बनाया है। രാജ്യം ഇദ്ദേഹത്തിന് 2016 ശില്പഗുരു അവാർഡ് നൽകിയിട്ടുണ്ട്. 2005 ദേശീയ അവാർഡും 2006 യുനെസ്കോ പുരസ്കാരവും നേടി. ഡൽഹി സർക്കാരിന്റെ പുരസ്കാരങ്ങളും നിരവധി തവണ നേടിയിട്ടുള്ള മത്ലൂബ് മകൻ മുഹമ്മദ് മർഹൂവിന്റെയും ഭാര്യ ഷാഹിൻ അഞ്ജുവിന്റെയും പിന്തുണയോടെ ആണ് ഓരോ കലാസൃഷ്ടിയും പൂർത്തിയാക്കുന്നത്. കരകൗശല രംഗത്തെ ന്യൂനപക്ഷ വിഭാഗത്തിനായുള്ള പ്രധാനമന്ത്രിയുടെ പുനർ ആർട്ട് പദ്ധതി വലിയ സഹായമാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ന്യൂസ് 18 വടകര. കത്തുന്ന ചൂടിൽ കലോത്സവത്തിനെത്തുന്നവരുടെ മനസ്സും ശരീരവും തണുപ്പിച്ച മഹിളാ കെയർ പ്രവർത്തകർ. പ്രധാന വേദിക്കരികിൽ മഹിളാ കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിലായിരുന്നു സൗജന്യ ജ്യൂസ് വിതരണം നടത്തിയത്. സംസ്ഥാന സ്കൂൾ കലോത്സവം കൊല്ലത്തെ ആവേശത്തിലാക്കിയിരിക്കുകയാണ്. പൊള്ളുന്ന ചൂടിൽ കലോത്സവത്തിനെത്തുന്നവർക്ക് ജ്യൂസ് വിതരണം ചെയ്യുകയാണ് മഹിളാ കോൺഗ്രസ്. തണ്ണിമത്തൻ, പാൽ, പൈനാപ്പിൾ, കസ്കസ് എന്നിവ ചേർത്തുള്ള ജ്യൂസാണ് നൽകിയത്. കൗമാര കേരളത്തെ വരവേൽക്കുവാനായി ഒരുക്കങ്ങളിൽ ഞങ്ങളും പങ്കാളികളായിരുന്നു. നാടിന്റെ ഉത്സവമായി മറ്റൊരു കൊല്ലം പൂരമായി ഇത് മാറിയിരിക്കുകയാണ്. ഇവിടെ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി ശ്രീമതി അഡ്വക്കേറ്റ് ഫേബയുടെ നേതൃത്വത്തിൽ പ്രിയപ്പെട്ട ഭാരവാഹികൾ എല്ലാവരും ജ്യൂസ് കൊടുക്കുകയാണ്. ഈ കൊടും ചൂടിനെ അതിജീവിക്കാൻ വരുന്ന കുഞ്ഞുങ്ങൾക്ക്, രക്ഷിതാക്കൾക്ക്, ഒഫീഷ്യൽസും അടക്കം മുഴുവൻ പേർക്കും മഹിളാ കോൺഗ്രസിനാൽ കഴിയുന്നത്ര പരമാവധി ആളുകൾക്ക് ജ്യൂസ് കൊടുക്കുകയാണ്. മൊഹബത്ത് കാ സർബത്ത് എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. മഹിളാ കെയർ പദ്ധതിയുടെ ഭാഗമായാണ് സൗജന്യ ജ്യൂസ് വിതരണം. കലോത്സവം അവസാനിക്കും വരെയും ഇത് തുടരും. കലോത്സവത്തിന് ഇപ്രാവശ്യം കൊല്ലം വേദിയാകുമ്പോൾ ആതിഥേയം ഒരുക്കി ഞങ്ങൾ മഹിളാ കോൺഗ്രസ്സുകാരും അവർക്കൊപ്പമാണ്. ഞങ്ങൾ അവരുടെ നിറഞ്ഞ മനസ്സോടുകൂടി തന്നെ സ്വീകരിക്കുന്നു. അവരെ ഇവിടുന്ന് വളരെ സന്തോഷത്തോടുകൂടി തന്നെ തണുത്ത വെള്ളം, വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ ചേർന്ന ഈ വെള്ളം പാലിൽ കലക്കിയാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അവർ വളരെ നല്ല റെസ്പോൺസാണ് നമുക്ക് തരുന്നത്. എസ് വിനീഷ്, ന്യൂസ് 18 കൊട്ടാരക്കര. കാർഷിക കേരളം. കോഴിക്കോട് മേപ്പയ്യൂർ, തുറയൂർ, ചെറുവണ്ണൂർ ഗ്രാമപഞ്ചായത്തുകളായി വ്യാപിച്ചു കിടക്കുന്ന കരിവോട് കണ്ടം ചിറയിൽ കൃഷിക്ക് ഒരുക്കം തുടങ്ങി. തരിശായി കിടന്ന 5 ഏക്കറോളം പാടത്ത് കൃഷി ഇറക്കിയതിന്റെ സന്തോഷത്തിലാണ് 15ഓളം പേരടങ്ങുന്ന കൂട്ടായ്മ. പായലും വരിപ്പുല്ലും ചേമ്പും പ്ലാസ്റ്റിക് കുപ്പികളും കൊണ്ട് പാടത്തെയും തോടിനെയും വരിഞ്ഞു മുറിക്കിയ നിലയിലാണ് കരുവോട് ചിറ. ഓരോ ഭാഗത്തെയും കൃഷിക്കായി പാകപ്പെടുത്തുകയാണ് ഇവിടുത്തെ കർഷക കൂട്ടായ്മ. ഞാറ്റടികൾ തയ്യാറാക്കലും നടീൽ പ്രവൃത്തികളും ജലസേചനവും കൃഷിഭവനിലെ ഉദ്യോഗസ്ഥർ നൽകുന്ന നിർദ്ദേശമനുസരിച്ച് ചെയ്തു വരുന്നു. ഒന്ന് ഈ ട്രില്ലർ, ട്രാക്ടർ, കണ്ടം നിരത്താനൊക്കെയുള്ള ട്രില്ലർ കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ട്. അതിൻ്റെ ഇപ്പം ട്രില്ലർ പാടശേഖര സമിതിൻ്റെ അകത്തുണ്ട്, പക്ഷെ അത് ഓടിക്കാൻ ആളില്ലാത്ത രീതി, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ കൊയ്ത്തിൻ്റെ സമയമാകുമ്പോഴേക്ക് ട്രാക്ടർ കിട്ടാതിരിക്കുക എന്നുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുള്ളൊരു പരിഹാരം കൂടി കിട്ടുകയാണെങ്കിൽ തീർച്ചയായും കാർഷിക രംഗത്ത് യാതൊരു ബുദ്ധിമുട്ടില്ലാണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. നിലമൊരുക്കലിനും നടീൽ പ്രവൃത്തികൾക്കും ഏറെ കഠിനാധ്വാനം വേണം. തോടിന്റെ സ്വാഭാവിക ഒഴുക്ക് നിലച്ചത് പാടത്തേക്ക് വെള്ളം എത്തിക്കാൻ പ്രയാസമാകുന്നുണ്ട്. പരിഹാരത്തിന് അധികൃതർ ഇടപെടണമെന്നും കരുവോട് ചിറ കേന്ദ്രമാക്കി സമഗ്ര വികസന പദ്ധതി വേണമെന്നും കണ്ടഞ്ചിറ തോടുകൾ വീതി കൂട്ടി നിലനിർത്താനുള്ള ശ്രമം നടത്തണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു. തരിശായി കിടക്കുന്ന സ്ഥലങ്ങൾ നിലമൊരുക്കി കൃഷി വ്യാപിപ്പിക്കാൻ സർക്കാർ ഇടപെടണമെന്ന് നെൽകൃഷിക്ക് നേതൃത്വം നൽകുന്ന നളന്ത കർഷക കൂട്ടായ്മ പ്രസിഡന്റ് ബാബു പറയുന്നു. 3 പഞ്ചായത്ത്, ചെറുവണ്ണൂർ പഞ്ചായത്തും മേപ്പേർ പഞ്ചായത്തും തുറയൂർ പഞ്ചായത്തിൻ്റെ എല്ലാം കൂടി ചേർന്നൊരു സ്ഥലമാണിത് കരുവോട് ചിറ. ഇതൊരു 400 ഏക്കറിൻ്റെ മേല സ്ഥലമുണ്ട്. കൃഷി ചെയ്യാതെ കുറേ തരിച്ചിട്ട സ്ഥലങ്ങളാണ്. ഇപ്പോൾ കരയോട് മാത്രമാണ് വെള്ളം കിട്ടുന്നതിനെ കൊണ്ട് ദേശം ചെയ്യുന്നത്. മറ്റേ ചല്ലി നിറഞ്ഞ് നിൽക്കുന്ന കൃഷി ചെയ്യലില്ല. തരിച്ചിട്ട സ്ഥലങ്ങളാണ്. അതെല്ലാം ചല്ലി നീക്കി തിരിയാനുള്ള സംവിധാനം ഗവൺമെൻറ് ഭാഗത്ത് കിട്ടിയാൽ ഇതിലെല്ലാം കൃഷി ചെയ്യാൻ സൗകര്യം ഉണ്ടാവും. സാധ്യതകൾ ഒരുക്കി ആവശ്യമായ സഹായം നൽകിയാൽ കൂടുതൽ കർഷകർ തരിശായി കിടക്കുന്ന സ്ഥലങ്ങളിൽ കൃഷി ഇറക്കാൻ തയ്യാറാണ്. നിലമൊരുക്കാനും അനുബന്ധ പ്രവൃത്തികൾക്കും യന്ത്രങ്ങളുടെ സഹായം കൂടി നൽകണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു.
ന്യൂസ് 18 വടകര. നാടകത്തിന്റെ പശ്ചാത്തലം ഒരുക്കാനായി പച്ചക്കറി വിത്തിറക്കി നാടക സംഘം. മലപ്പുറം കീഴൂപ്പറമ്പ് വെള്ളരിപ്പാടം തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന വിത്തും കൈക്കോട്ടും എന്ന നാടകത്തിന്റെ പശ്ചാത്തലം ഒരുക്കാനായാണ് മുക്കം മാമ്പറ്റയിലെ 1 ഏക്കർ 20 സെന്റ് സ്ഥലത്ത് വിവിധ പച്ചക്കറികളുടെ വിത്തിറക്കിയത്. നാടകത്തിന്റെ പശ്ചാത്തലമൊരുക്കാനായി പച്ചക്കറി വിത്ത് പാകി നാടക സംഘം. മലപ്പുറം കീഴുപറമ്പ് വെള്ളരിപ്പാടം തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന വിത്തും കൈക്കോട്ടും എന്ന നാടകത്തിന്റെ പശ്ചാത്തലം ഒരുക്കാനായാണ് മുക്കം മാമ്പറ്റയിലെ 1 ഏക്കർ 20 സെന്റ് സ്ഥലത്ത് വിവിധ പച്ചക്കറികളുടെ വിത്തിറക്കിയത്. ഫെബ്രുവരി 9, 10 തീയതികളിൽ മലപ്പുറം കീഴുപറമ്പ് വെള്ളരിപ്പാടം തിയേറ്റേഴ്സ് കാർഷിക വൃത്തിയെ പശ്ചാത്തലമാക്കി നടത്തുന്നതാണ് നാടകം. പഴയകാല കൃഷിയിടങ്ങളിൽ മോഷണവും കൃഷി നശിപ്പിക്കലും തടയാനായി കാവൽ നിൽക്കുന്ന കുട്ടികൾ അവരുടെ നേരം പോക്കിനായി നാടകം കളിച്ചിരുന്നു. ഏറെ പഴക്കമുള്ള ഇത്തരം നാടകങ്ങൾ പിന്നീട് കൃഷിയിടങ്ങളിൽ ഇല്ലാതായി. ഇത്തരം നാടകങ്ങൾ തിരിച്ചുപിടിക്കാനുള്ള ശ്രമം കേരളത്തിൽ യുവകലാസാഹിതിയുടെ കണ്ണൂർ ടീമും കീഴുപറമ്പിലെ വെള്ളരിപ്പാടം തിയേറ്റേഴ്സുമാണ് നടത്തുന്നത്. പല ഭാഗങ്ങളിലും നാടകങ്ങൾ പലവട്ടം അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും നാടകത്തിന്റെ തനത് രൂപത്തിൽ അവതരിപ്പിക്കാൻ ഇപ്പോഴാണ് അവസരം ലഭിച്ചത്. നിരവധി സ്ഥലങ്ങൾ നാടകം അവതരിപ്പിക്കാൻ നോക്കിയെങ്കിലും അനുയോജ്യമായത് മാമ്പറ്റയിലാണെന്ന് സംഘാടകർ പറയുന്നു. വലിയ രീതിയിൽ പച്ചക്കറി കൃഷികളും നെൽകൃഷികളൊക്കെ ചെയ്ത് അതിലെ കള്ളന്മാരും കുറുക്കന്മാരൊക്കെ ശല്യം ചെയ്യുന്നതിന് കാവൽ നിന്നിരുന്ന കുട്ടികൾ അവരുടെ നേരം പോക്കിന് വേണ്ടി കളിച്ചു തുടങ്ങിയ ഒരു നാടകമാണ്. മലയാളത്തിൽ സങ്കര നാടകങ്ങൾക്ക് ശേഷമാണ് ഇത്തരം നാടകങ്ങൾ വന്നത്. സംസ്കൃതവും തമിഴും വന്നു, അതിനുശേഷം സംസ്കൃതവും മലയാളവും വന്നു. നാട്ടിൻപുറത്തെ വിദ്യാഭ്യാസമില്ലാത്ത അല്ലെങ്കിൽ കൂലിപ്പണിക്കാരായിട്ടുള്ള ആളുകൾ കളിച്ചു തുടങ്ങിയ നാടകമാണ്. അത് ഒരു നൂറ്റാണ്ടിന് മുമ്പ് തന്നെ ഉള്ളൊരു നാടകമാണ്. നമ്മുടെ പാടങ്ങളിൽ നിന്നും പറമ്പുകളിൽ നിന്നൊക്കെ കൃഷി പോയ സമയത്ത് അതിൻ്റെ കൂടെ ഈ നാടകവും കയറിപ്പോയി. പിന്നെ അതിനെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമം ഞങ്ങൾ കേരളത്തിൽ 2 ഗ്രൂപ്പുകളാണ് നടത്തുന്നത്. ഒന്ന് യുവകലാസാഹിതിയുടെ കണ്ണൂരിലെ ഒരു ടീമും ഒന്ന് കീഴ്പറമ്പിലെ വെള്ളരിപ്പാടം തിയേറ്റേഴ്സും. നാടകം നടത്താനായി സ്ഥലം സൗജന്യമായി വിട്ടുനൽകിയത് കൊടിയത്തൂർ സ്വദേശിയും മുക്കത്തെ വ്യാപാരിയുമായ ചാലിയാർ അബ്ദുവാണ്. 1936 മലപ്പുറം കീഴുപറമ്പ് സ്വദേശി മണ്ണിൽ തൊടി കാരാട്ട് കുഞ്ഞിപ്പോക്കർ എഴുതിയ 5 മണിക്കൂർ ദൈർഘ്യമുള്ള അനിശ്ചന്ദ്ര ചരിതം എന്ന നാടകത്തിലെ 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഭാഗമാണ് വിത്തും കൈക്കോട്ടും. 50ഓളം കലാകാരന്മാരാണ് നാടകത്തിൽ അഭിനയിക്കുന്നത്. നാടകത്തിനായി ഒരുക്കുന്ന 1 ഏക്കർ 20 സെന്റ് സ്ഥലത്തെ പലയിടങ്ങളിലായാകും നാടകം നടക്കുക. ന്യൂസ് 18 മുക്കം. കൽപ്പറ്റയിൽ നിന്ന് ന്യൂസ് 18 ടീമിനോടൊപ്പം ടി സിദ്ദിഖ്. പന്നിശല്യത്തിൽ വലഞ്ഞ മലപ്പുറം വളാഞ്ചേരി വടക്കേക്കുളമ്പിലെ കുടുംബശ്രീ കർഷകർ. പന്നികളുടെ ആക്രമണത്തിൽ വ്യാപക കൃഷിനാശമാണ് ഉണ്ടാക്കുന്നത്. പതിറ്റാണ്ടുകൾ തരിശുകിടന്ന ഭൂമി ഏറ്റെടുത്ത കൃഷി ചെയ്തു വരികയാണ് ഒരു കൂട്ടം കർഷകർ. ഷരീഫ, ബിയൂട്ടി, ജമീല, സുധ എന്നിവർ ചേർന്നാണ് 6 ഏക്കറിൽ ലോൺ എടുത്ത 4 വർഷമായി നെൽകൃഷി ചെയ്യുന്നത്. ഇവരുടെ മാസങ്ങളായുള്ള അധ്വാനമാണ് കാട്ടുപന്നികൾ ഇല്ലാതാക്കിയത്. പന്നിശല്യം രൂക്ഷമായതിനാൽ രാത്രിയും സ്ത്രീകൾ ഉറക്കമൊഴിച്ച് കൃഷിക്കായി കാവലിരിക്കേണ്ട സ്ഥിതിയാണ്. 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നാശനഷ്ടമുള്ളതായി കർഷകർ പറയുന്നു. 20 കൊല്ലം മുന്നേ കൃഷി ചെയ്യാതെ കിടന്നിരുന്ന സ്ഥലം ഇപ്പം ഞങ്ങൾ ശരിയാക്കി കൃഷിയൊക്കെ ഇറക്കി ഒരുപാട് നഷ്ടങ്ങൾ പൈസ ഇറക്കിയിട്ടാണ് ഞങ്ങളിത് കാട് വെട്ടലും പൊടിയാക്കലും. ആദ്യം ഇത് വെട്ടാൻ പറ്റാത്ത അവസ്ഥയായിട്ട് ഞങ്ങൾ മെഷീനും കൊണ്ട് പൊടിച്ചതാണ് ഈ കാടൊക്കെ. എന്നിട്ട് പിന്നെ ഫുൾ ടൗസറിൽ നിന്ന് മാന്തിയിട്ടാണ് പിന്നീടും ട്രാക്ടർ വെള്ളം നിർത്തി പൂട്ടി അത്രയും ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ ചെയ്തതാണ്. അതുകൊണ്ട് ഇത് എന്തെങ്കിലും ആയിട്ട് അധികൃതരൊന്നും ഞങ്ങളെ നേരെ കണ്ണ് മീക്കാതിരുന്നാൽ ഞങ്ങൾക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെയാണ് ഞങ്ങൾ വരുന്നത്. പിന്നെ എന്തെങ്കിലും ഞങ്ങൾക്ക് ചെയ്തു തരണം. കൃഷി പന്നികളുടെ ആക്രമണത്തിൽ നശിച്ചു പോകുന്നതോടെ ഉപജീവനമാർഗം വഴിമുട്ടിയ സ്ഥിതിയിലാണ് കർഷകർ. 1 ലക്ഷത്തിന് മേലെ ഉണ്ടാവില്ല. കരിശാണത്. അതാണ് ഈ പ്രാവശ്യം അത്ര ബുദ്ധിമുട്ട്. ഞങ്ങൾക്ക് സമയം അറിയില്ലല്ലോ. അവർ വരുന്ന സമയം 8 മണി 9 മണിയൊക്കെ ആവും ഇറങ്ങാൻ. വീട്ടുകൾ കൂടെ ഒക്കെ വരുമ്പോൾ 9-10 മണിയാകുമ്പോൾ വരുന്നുണ്ട്. മുൻപും ശല്യക്കാരായ പന്നികളെ വെടിവെച്ചു കൊന്നിരുന്നു. എന്നാൽ വീണ്ടും ശല്യം കൂടി. അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും കാര്യമായ നടപടി ഉണ്ടായില്ല. വളാഞ്ചേരി നഗരസഭയിലും പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 തൃശൂർ. ജന്മദിനത്തിൽ വേറിട്ട ആഘോഷവുമായി PC സുനിൽകുമാർ.
61ാമത് ജന്മദിനത്തിൽ 61 കിലോമീറ്റർ ഓടിത്തീർത്താണ് ആഘോഷിച്ചത്. നിലമ്പൂർ അമരമ്പലം പഞ്ചായത്തിലെ മാമ്പോയിൽ സ്വദേശിയും റിട്ടയർഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടറുമായ PC സുനിൽകുമാറിന് ഓട്ടമൊരു ഹരമാണ്. പുലർച്ചെ 2:15 അമരമ്പലം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന പൂക്കാട്ടുപാടം ടൗണിൽ നിന്നുമാണ് ഓട്ടം തുടങ്ങിയത്. ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹമീദ് ലബ്ബ ഫ്ളാഗ് ഓഫ് ചെയ്തതോടെയാണ് ഓട്ടം തുടങ്ങിയത്. വാണിയമ്പലം, വണ്ടൂർ, നിലമ്പൂർ, ചുങ്കത്തറ, എടക്കര, പാലോട്, മുത്തേടം, കരുളായി വഴി ഓടി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ 8:30 അവസാനിച്ചു. എക്സൈസിൽ നിന്നും വിരമിച്ച ശേഷം എല്ലാ ജന്മദിനത്തിലും പ്രായത്തിന്റെ അത്രയും കിലോമീറ്റർ ഓടിയാണ് ആഘോഷം. നമുക്ക് ചെയ്യാൻ പറ്റാത്ത, അന്ന് കിട്ടാത്തൊരു സാഹചര്യം അത് ഇപ്പൊ ഈ വളർന്ന തലമുറകൾക്ക് പകർന്നു കൊടുക്കാമെന്നുള്ളതാണ്. അങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് ഇത് മറ്റുള്ള ആൾക്കാർ ഇത് എടുക്കുന്നത്. ഇതിന്റെ പ്രചോദനം അവർക്ക് ഉണ്ടാവണം, നമ്മൾ എഴുതി കൊടുക്കാൻ വേണ്ടി. കാരണം പിന്നെ അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഉള്ള ആൾക്കാർ നമ്മളെ ഒരു ജീവിതശൈലി രോഗങ്ങൾക്ക് നല്ല ഭക്ഷണം കാര്യങ്ങൾ ചെയ്തിട്ടും ഒരു വ്യായാമത്തിന്റെ ഒരു ഗുണമേന്മയെ പറ്റി പലരും ചെയ്യുന്നില്ല. അത് എന്താണെന്ന് ജനങ്ങൾ അറിയണം. അതിനുവേണ്ടി മാത്രമാണ് ഇത്രയും കാര്യങ്ങൾ നടത്തുന്നത്. സുനിൽകുമാറിന് പിന്തുണയുമായി നിരവധി പേരെത്തി. ഓടിയെത്തിയ സുനിൽകുമാറിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും സുനിൽകുമാർ അംഗമായ പൂക്കാട്ടുപടം സൺറൈസ് റണ്ണേഴ്സ് അംഗങ്ങളും ചേർന്ന് സ്വീകരണം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നാട അണിയിച്ചു. ലഡു വിതരണവും നടത്തി. ന്യൂസ് 18 നിലമ്പൂർ. ന്യൂസ് 8 വേണ്ടി തൃശൂരിൽ നിന്നും VS സുനിൽകുമാർ, മുൻ കൃഷിമന്ത്രി. കാസർഗോഡ് ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ കുരുക്കായി ദേശീയപാത നിർമ്മാണം. പാതയുടെ പണി പൂർത്തിയാക്കുന്നതോടെ സർവീസ് റോഡിൽ കൂടി മാത്രമേ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചേരാൻ സാധിക്കൂ. ദേശീയപാതയിലേക്ക് നേരിട്ട് വഴിയൊരുക്കണമെന്നാണ് ജനകീയ കമ്മിറ്റിയുടെ ആവശ്യം. 6 വരി പാത നിർമ്മാണം പൂർത്തിയായാൽ ജില്ലാ ആശുപത്രിയിലേക്ക് മാവുങ്കൽ ഭാഗത്തു നിന്നും രോഗിയുമായി വരുന്ന വാഹനങ്ങൾക്ക് 2 കിലോമീറ്ററിലധികം ചുറ്റി സഞ്ചരിക്കേണ്ടി വരും. ജില്ലാ ആശുപത്രിയിൽ നിന്ന് അടിയന്തര സാഹചര്യത്തിൽ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് പോകണമെങ്കിൽ 1.5 കിലോമീറ്ററിലധികം യാത്ര ചെയ്യണം. ജില്ലാ ആശുപത്രിക്ക് സമീപം അടിപ്പാതയോ മേൽപ്പാലമോ അനുവദിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ചെമ്മട്ടം വയൽ, ആറങ്ങാടി എന്നിവിടങ്ങളിൽ മാത്രമാണ് നിലവിൽ അടിപ്പാത ഒരുക്കിയിട്ടുള്ളത്. പണി പൂർത്തിയാകുന്നതോടെ സർവീസ് റോഡിൽ കൂടി മാത്രമേ ജില്ലാ ആശുപത്രിയിൽ എത്താൻ കഴിയൂ. വീതി കുറഞ്ഞ റോഡായതിനാൽ ഇവിടെ ഗതാഗതക്കുരുക്കിനും സാധ്യതയുണ്ട്. ദേശീയപാതയിൽ നിന്ന് നേരിട്ട് ജില്ലാ ആശുപത്രിയിലേക്ക് പാത ഒരുക്കണമെന്നാണ് ജനകീയ കൂട്ടായ്മയുടെ ആവശ്യം. ഇവിടെ നിലവിൽ 3 മീറ്ററോളം ജില്ലാ ആശുപത്രിയുടെ മുമ്പിൽ റോഡ് താഴ്ത്തിയിരിക്കുകയാണ്. അത് ഒരു 2 മീറ്ററും കൂടി താഴ്ത്തി ഈ സർവീസ് റോഡിലേക്ക് പാരലായിട്ട് ഒരു ഓവർപാസ് പണിയുകയാണെങ്കിൽ, അറ്റ്ലീസ്റ്റ് ഒരു ആംബുലൻസിന് പോകാനുള്ള വഴി നൽകുകയാണെങ്കിൽ നമുക്ക് ആ വഴി ഉപയോഗിച്ചും കൊണ്ട് ഈ ആശുപത്രിയുടെ മുഴുവൻ സേവനങ്ങളും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. പ്രിയമുള്ളവരെ, ജില്ലാ ആശുപത്രിക്ക് സമീപം എത്തുമ്പോൾ ദേശീയപാത താഴ്ന്നാണ് പോകുന്നത്. ആഴത്തിൽ കുഴിയെടുത്തതോടെ ജില്ലാ ആശുപത്രി പരിസരത്തേക്ക് ഇപ്പോൾ വാഹനങ്ങൾ കടന്നുവരാൻ ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ അപകടങ്ങളും പതിവാണ്. ആശുപത്രിയിലേക്ക് എത്താൻ അടിപ്പാത ഒരുക്കിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് ഒരുങ്ങുകയാണ് എയിംസ് ജനകീയ കൂട്ടായ്മ. ന്യൂസ് 18 കാസർഗോഡ്. ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച തൃക്കരിപ്പൂരിലെ അനുപ്രിയയ്ക്ക് സഹായമൊരുക്കാൻ നാടൊരുമിച്ചു. അനുപ്രിയ സ്പോൺസറിംഗ് കമ്മിറ്റി സ്വരൂപിച്ച 5 ലക്ഷം രൂപയും മറ്റ് സഹായങ്ങളുമാണ് വിതരണം ചെയ്തത്. ഷോട്ട്പുട്ട് മത്സരത്തിലൂടെ കാസർഗോഡിന്റെ അഭിമാനമായി മാറിയ അനുപ്രിയയ്ക്ക് സഹായം ഒരുക്കുവാനും അനുമോദനം നൽകുവാനും നാടൊരുമിച്ചു. സാമ്പത്തിക സഹായം ഒരുക്കാൻ രൂപീകരിച്ച സ്പോൺസർ കമ്മിറ്റി ആദ്യഘട്ടം എന്ന നിലയിൽ 5 ലക്ഷം രൂപയാണ് സമാഹരിച്ച് വിതരണം ചെയ്തത്. അനുപ്രിയയ്ക്കുള്ള ദേശത്തിന്റെ പുരസ്കാരം M രാജഗോപാലൻ MLA സമ്മാനിച്ചു. ഫായിക്ക ഇൻഡോർ അക്കാദമി ഏർപ്പെടുത്തിയ പ്രതിമാസ സ്കോളർഷിപ്പും ഫിറ്റ്നസ് ട്രെയിനിങ്ങിനുള്ള സൗജന്യ അംഗത്വവും ചടങ്ങിൽ വിതരണം ചെയ്തു. കോച്ച് KC ഗിരീഷിനെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാബ ആദരിച്ചു. ന്യൂസ് 18 തൃക്കരിപ്പൂർ. തിരുവനന്തപുരത്ത് നിന്നും ന്യൂസ് 18 വേണ്ടി ഭാഗ്യലക്ഷ്മി. അടിമാലി കുമളി ദേശീയപാതയിൽ ജലവിഭവ വകുപ്പിന്റെ പൈപ്പ് തകർന്ന് ശുദ്ധജലം പാഴാകാൻ തുടങ്ങിയിട്ട് ആഴ്ചകളായി. സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടും ജലവിഭവ വകുപ്പ് ചോർച്ച പരിഹരിക്കാൻ നടപടിയെടുക്കുന്നില്ല. ഇതിനെതിരെ കഴിഞ്ഞ ദിവസം കരിമ്പനം സ്വദേശി ഒറ്റയാൽ പ്രതിഷേധം നടത്തി. അടിമാലി കുമളി ദേശീയപാതയിൽ തടിയമ്പാടിന് സമീപം അശോക കവലയിലാണ് കുടിവെള്ളം റോഡിൽ പരന്നൊഴുകുന്നത്. വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടിയിട്ട് ആഴ്ചകളായി. ആയിരക്കണക്കിന് ലിറ്റർ വെള്ളം ഇതിനോടകം പാഴായി. 100 മീറ്ററിനുള്ളിൽ 2 ഇടത്താണ് പൈപ്പ് പൊട്ടിയത്.
ജനപ്രതിനിധികളും നാട്ടുകാരും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. ഒരു പരിഹാരവുമായിട്ടില്ല. ഇതേ തുടർന്നാണ് കരിമ്പൻ സ്വദേശിയായ കൊച്ചേരിക്കുടിയിൽ ജോളി പ്രതിഷേധിച്ചത്. വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ മൂലം ഈ ജലം വളരെ പാഴായിക്കൊണ്ടിരിക്കുകയാണ്. പൈപ്പ് മൂലം അതുപോലെ അത് റോഡിലൂടെ പരന്നൊഴുകി റോഡിനും ഡാമേജ് ഉണ്ടാക്കാവുന്ന അവസ്ഥ. വാട്ടർ അതോറിറ്റിയുടെ നിരന്തര അനാസ്ഥയിൽ വ്യാപക പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത്. ന്യൂസ് 18 അടിമാലി. തെരുവുനായ ശല്യത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് പാലക്കാട് വാണിയംകുളം പഞ്ചായത്തിലെ കോതയൂർ നിവാസികൾ. വീടുകളിലെ വളർത്തുകോഴികളെ കൂട്ടത്തോടെ നായ്ക്കൾ കൊന്നൊടുക്കി ഭീതിയോടെയാണ് ജനങ്ങൾ യാത്ര ചെയ്യുന്നത്. 4 മാസത്തിനിടെ 100-ലധികം കോഴികളാണ് നായ്ക്കളുടെ ആക്രമണത്തിൽ ചത്തത്. വാണിയംകുളം കോതയൂരിൽ തെരുവുനായ ശല്യം രൂക്ഷമാണ്. കോതയൂർ ഭജനമഠത്തിന് സമീപം താമസിക്കുന്ന എരഞ്ഞിക്കൽ ബൽക്കീസിന്റെയും പള്ളിയാലിൽ കാർത്തിയായനിയുടെയും ഷാജിദയുടെയും വീടുകളിലെ കോഴികളെ തെരുവുനായ്ക്കൾ കൂട്ടത്തോടെ കടിച്ചു കൊന്നു. ബൽക്കീസിന് മാത്രം 100-ലധികം കോഴികളുണ്ടായിരുന്നു. നല്ല വിലയുള്ള ഇനം കരിങ്കോഴികളെയും കൊത്തുകോഴികളെയും ഗിനിക്കോഴികളെയുമാണ് ബൽക്കീസ് വളർത്തിയിരുന്നത്. ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് കോഴികളെ വളർത്തുന്നുണ്ട്. വൈറ്റ് ലെഗോൺ, ഗിനിക്കോഴി, പിന്നെ കൊത്തുകോഴി, കരിങ്കോഴി, നാടൻ കോഴി, അങ്ങനെ എല്ലാവിധ കോഴികളും വളർത്തുന്നുണ്ട്. ഇപ്പോൾ ഒരു 4 മാസമായിട്ട് ആ കോഴികൾ ഇവിടെ നിറയെ നായ്ക്കളാണ്. ഇവിടെ ഞങ്ങൾ അടുത്തുള്ളൊരു വ്യക്തി അവരുടെയൊക്കെ തീറ്റ കൊടുക്കുന്നുണ്ട്. അത് കാരണം ആ നായ്ക്കളെ ശല്യം കാരണം ഞങ്ങളുടെ വീട്ടിലിപ്പോൾ തുടർച്ചയായിട്ട് നായ്ക്കൾ സകല കോഴികളെയും പൊടിച്ചുകൊണ്ട് ലാസ്റ്റ് മിനിഞ്ഞാന്ന് കൂട് പൊളിച്ച് ഫുൾ കോഴികളെയും കൊണ്ടുപോയി. ഒരു കരിങ്കോഴിക്ക് 1500 രൂപ മുതൽ 2000 രൂപ വരെയാണ് വില വരുന്നത്. മറ്റു വരുമാന മാർഗങ്ങൾ ഒന്നുമില്ലാത്ത ബൽക്കീസിന്റെ കുടുംബത്തിന് കോഴി വളർത്തൽ മാത്രമാണ് ആശ്രയം. 4 മാസമായി ഇവിടെ തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമാണ്. വാഹനങ്ങളുടെ സീറ്റുകൾ കടിച്ചുകീറിയും ചെരുപ്പുകളും തുണികളും വലിച്ചുകൊണ്ടുപോയും തെരുവുനായ്ക്കൾ പ്രദേശവാസികളുടെ സ്വൈര ജീവിതത്തിന് ഭീഷണിയാവുകയാണ്. കോഴികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കിയതോടെ 70,000 രൂപയോളം നഷ്ടം സംഭവിച്ചതായും ഇവർ പറയുന്നു. പ്രശ്നത്തിൽ പരിഹാരം തേടി പ്രദേശവാസികൾ വാണിയംകുളം പഞ്ചായത്ത് സെക്രട്ടറിക്കും ഷൊർണൂർ പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 പട്ടാമ്പി. കലോത്സവ നഗരിയിൽ കൊടും ചൂടാണ്. പ്രധാന വേദിയായ ആശ്രാമ മൈതാനത്തേക്ക് കയറും മുമ്പ് മനസ്സും ശരീരവും ഒന്ന് തണുപ്പിച്ചാലോ? ഐശ്വര്യ അനിലിന്റെ റിപ്പോർട്ട്. കലോത്സവ നഗരിയിലാണ്. ചൂടിനൊന്നും ഒരു കുറവുമില്ല. വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരും ഒക്കെ കലോത്സവത്തിൽ പങ്കെടുക്കാനും കലോത്സവം കാണാനും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ കലോത്സവ നഗരിയിലെ പ്രധാന വേദിയായ ആശ്രാമ മൈതാനത്തിന്റെ പരിസരത്തായി കള്ള് സോഡ കിട്ടുന്ന ഒരു കടയുണ്ട്. ആ കടയിലാണിപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. എന്തായാലും ആ കടയിലെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. രാവിലെ മുതൽ ഈ കട തുറന്നത് മുതൽ വലിയ തിരക്കാണ് ഇവിടെ കാണുന്നത്. ചേച്ചി, എന്താണ് ഇവിടുത്തെ സ്പെഷ്യൽ? ഇവിടുത്തെ സ്പെഷ്യൽ കള്ളുസോഡ. കള്ളുസോഡ മാത്രമല്ലല്ലോ, എന്തൊക്കെയുണ്ട് ഇവിടെ? കള്ളുസോഡ ഉണ്ട്, പൈനാപ്പിൾ സോഡ ഉണ്ട്, മുന്തിരി സോഡ ഉണ്ട്, മിൽക്ക് സർബത്തുണ്ട്. മിൽക്ക് സർബത്തിനകത്ത് ഒരുപാട് വെറൈറ്റികളുണ്ട്. ഈ കള്ളുസോഡ എന്ന് പറയുമ്പോൾ അതിന്റെ പേരിന് തന്നെ ഒരു കൗതുകമുണ്ട്. ആ കൗതുകത്തോടു കൂടിയാണ് പലരും ഇവിടെ എത്തുന്നത്. എന്താണ് അതിന്റെ ഒരു? ഇത് ഇന്നലെ തുടങ്ങിയതല്ല, 44 വർഷത്തിന് മുമ്പേ ഉള്ളതാണ് കള്ളുസോഡ എന്ന് പറയുന്ന കാര്യം. എന്താണ് അതിന്റെ ഒരു ഇവിടുത്തെ ഒരു സ്പെഷ്യൽ? എന്താണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ അത് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നത് കൊണ്ട് വീണ്ടും വീണ്ടും ആളുകൾ വന്ന് കുടിക്കുന്നത്. അതിനാണ് ആൾക്കാർ കൂടുതലായി എത്തുന്നത്. എല്ലാവർക്കും കള്ളുസോഡ ഇഷ്ടമാണ്. അതാ കള്ളുസോഡ തന്നെ വേണമെന്ന് പറഞ്ഞ് വരുന്നത്. ആവശ്യക്കാരും അതിനാണ് കൂടുതൽ. ആന്നാന്ന്. ഇപ്പൊ എത്ര നാളായി ഇവിടെ ഈ കട തുടങ്ങി? ഇവിടെ തുടങ്ങിയിട്ട് 1 വർഷം 8 മാസം ആവാറായി. ഇതിനു മുമ്പേ എന്റെ ഭർത്താവും അവരച്ഛനുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അവര് യൂണിയൻ ഡ്രൈവിംഗ് സ്കൂളിന്റെ വളവിൽ ഒരു കൊച്ചൊരു ഏർമാട കടയായിരുന്നു. അവിടെയായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വെക്കേഷന് ഞാൻ മൈസൂരിൽ നിന്ന് ഇവിടെ വരുമായിരുന്നു. എന്റെ അമ്മയുടെ ആങ്ങളമാര് ഇവരുടെ കുഞ്ഞമ്മമാരെയാണ് കല്യാണം കഴിച്ചേക്കുന്നത്. അപ്പൊ അവര് ഞങ്ങളെ കൊണ്ടുവരുമായിരുന്നു നാട്ടിലോട്ട്. അന്നേ ഞാൻ ഇവരെ വെള്ളമൊക്കെ മേടിച്ച് കുടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നല്ലതുപോലെ അറിയാം. ഇപ്പൊ 35 വർഷമായി ഞാൻ ഇത് അറിഞ്ഞിട്ട്. അതിനു മുമ്പേ ഇവര് ഇത് ചെയ്തോണ്ടിരുന്നത്. ഇപ്പോഴും അതിന് ആവശ്യക്കാരേറെ ഉണ്ട്. ആന്നാന്ന്. ഈ നിൽക്കുന്നതെല്ലാം കള്ളുസോഡ കുടിക്കാനാ. ഈ കലോത്സവം ആയതുകൊണ്ട് തന്നെ തിരക്ക് കൂടുതലുണ്ട്. ആന്നാന്ന്, ഉണ്ട്. ഈ സാധാരണക്കാട്ടിലൊരു തിരക്കുണ്ടല്ലോ, അപ്പൊ അതെങ്ങനെ മാനേജ് ചെയ്യും? ചെയ്തോണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ കള്ളുസോഡയുടെ വിശേഷം. ഈ ചൂടാണ്, വേനൽക്കാലമാണ്. ഒത്തിരി പേര് വെള്ളം കുടിക്കാനും ഒക്കെ ഈ ഇതിന്റെ പരിസരത്തേക്ക് വരുമ്പോൾ
ഇവിടെ വലിയ തിരക്കാണ് ഈ കടയ്ക്ക് മുന്നിൽ കാണുന്നത്. നല്ല സൂപ്പറായിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ കുടിക്കുന്നത്. ഇവിടെ കൊല്ലത്തേരിയാണെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഒന്ന് കുടിക്കുന്നത്. ഇവിടെ കലോത്സവം ആയതുകൊണ്ടാണ് ഇവിടെ വന്നത് തന്നെ. ഒത്തിരി കൊള്ളാം. നേരത്തെ കേട്ടിട്ടുണ്ട്. കേൾക്കുമ്പോൾ പുതിയതായിട്ട് വന്നതാണ്. ഇന്നൊന്ന് കുടിച്ചിട്ട് പോകാമെന്ന് കരുതി. അതെ, അവർ സ്കൂളിലെ ടീച്ചേഴ്സാണ് 4 പേര്. നല്ലതാണ്. ഞാൻ എപ്പോഴും വരുമ്പോൾ കുടിക്കാറുണ്ട്. ഇവിടെ കൊല്ലത്ത് വരുമ്പോൾ കുടിക്കാറുണ്ട് എപ്പോഴും. നല്ലതാണ്. ആണാണ്. ഉണ്ട് കൊടുത്തിട്ടുണ്ട്. കള്ളുസോഡ തിരക്കി എത്തുന്നവരാണ്. കള്ളൊന്നുമില്ല, അവരുടെ ഒരു പ്രത്യേക കൂട്ട് ചേർത്ത് ഉണ്ടാക്കുന്ന നാരങ്ങ സോഡയാണ്. എന്തായാലും അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത്. ബിപിൻ മുരളിക്കൊപ്പം ഐശ്വര്യാനിൽ, ന്യൂസ് 18 കൊല്ലം. നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. നമസ്കാരം.